ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലിംസ് ഓഫ് സെഫാനിയ. അപ്പൊ നമ്മൾ കുറെ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇത് ഞങ്ങൾ വെളങ്ങണി പോയപ്പോ എടുത്ത വ്ളോഗായിരുന്നു. നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റാണ്ട് നമ്മുടെ ഗാലറിയിൽ കിടന്നു വെച്ചത്. അപ്പൊ ഇപ്പൊ കുറച്ച് ടൈം കിട്ടിയപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യുകയാണ്. നമ്മള് എറണാകുളത്ത് നിന്ന് കാരക്കൽ എക്സ്പ്രസിലാണ് വെളങ്ങണിയിൽ പോയത്. അറൌണ്ട് 10:45 ഒക്കെ ആയിരുന്നപ്പോഴായിരുന്നു നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. ഞങ്ങളൊരു 1 hour മുമ്പ് തന്നെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഫാമിലി ആയിട്ടാ പോയത്. എന്റെ 7 ഫാമിലീസ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് ഒരു സ്ഥലത്തും കുറച്ച് പേർക്ക് വേറെ സ്ഥലത്തായിട്ടാണ് സീറ്റ്സ് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ആരെങ്കിലും വെളങ്ങണി പോകാൻ പ്ലാൻ ചെയ്യാനാണെങ്കിലും നിങ്ങളൊരു 1 or 2 months മുന്നേ മാക്സിമം ബുക്ക് ചെയ്യാൻ നോക്കുക, ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ. കാരണം അല്ലെന്നാണെങ്കിൽ എല്ലാവർക്കും പല പല സ്ഥലത്താകുമ്പോഴേക്കും നമുക്ക് ആ ഒരു വൈബ് മിസ്സാവും. പക്ഷെ സ്റ്റിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. എന്നാലും ഞാൻ പറയാണ്, നമുക്കിപ്പം എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു ഫാമിലിയുടെ ഒരു വൈബ് കിട്ടണമെന്നാണെങ്കിൽ മാക്സിമം എല്ലാവരും നേരത്തെ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കാൻ നോക്കുക. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഞാനും സെവിനും സഞ്ജുവും ജൊഹാനും കൂടെ ഒരു പോർഷനിൽ നിന്നു. അപ്പൊ ഞങ്ങൾക്ക് 4 പേർക്ക് സീറ്റ് വേറെ സ്ഥലത്തായിരുന്നു. ബാക്കിയുള്ളവരെല്ലാവരും ഞങ്ങൾ ഓൾമോസ്റ്റ് അടുത്ത് തന്നെ ഇരുത്താൻ ശ്രമിച്ചു. അങ്ങനെ മിഡ് നൈറ്റ് ഞങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. രാത്രി ഞങ്ങൾ നന്നായിട്ട് ഉറങ്ങി. ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഞങ്ങൾ രാത്രിയിലൊക്കെ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ഇതിപ്പോ രാവിലത്തെ സീനാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ച് ഒരു നൂണൊക്കെ ആകുമ്പോഴാണ് നമ്മൾ വെളങ്ങണിയിൽ എത്തണത്. ഓൾമോസ്റ്റ് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് വെളങ്ങണിയിൽ എത്തണം. അപ്പൊ അത്രയും ടൈം നമ്മൾ വിശന്നിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. കാരക്കൽ എക്സ്പ്രസ് ആക്ച്വലി എറണാകുളത്ത് നിന്ന് നാഗപട്ടണം വരെയാണ് ഉള്ളത്. അപ്പൊ നമ്മൾ നാഗപട്ടണം എത്തിക്കഴിഞ്ഞിട്ട് വേറെ ഒരു ടിക്കറ്റും കൂടെ അവിടെ നിന്ന് എടുക്കണം. പെർ ഹെഡ് 10 rupees മാത്രമാണ് ടിക്കറ്റിന് റേറ്റ് വരുന്നത്. നാഗപട്ടണം ടു വെളങ്ങണിയിലേക്കുള്ള ട്രെയിനാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. നാഗപട്ടണത്ത് നിന്ന് വെളങ്ങണിയിലോട്ടുള്ള ട്രെയിൻ ഏകദേശം നമുക്ക് നമ്മളുടെ എറണാകുളത്ത് നിന്നുള്ള കാരക്കൽ എക്സ്പ്രസ് നാഗപട്ടണത്തെത്തി അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ, ഒരു 10 minutes റിലാക്സ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പിൽ നമുക്ക് അടുത്ത ട്രെയിൻ വരും. ഇത് നാഗപട്ടണത്ത് നിന്ന് വെളങ്ങണിയിലോട്ടുള്ള ഡെമു എക്സ്പ്രസ് ആണ്. ഇവിടെ നിന്ന് വെറും 20 minutes അപ്രോക്സിമേറ്റ് മാത്രമേ ഉള്ളൂ വെളങ്ങണിയിലേക്ക്. നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നമ്മൾ പോയപ്പോൾ നല്ല തിരക്കുള്ളൊരു ടൈം ആയിരുന്നെങ്കിൽ പോലും നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. നമുക്ക് ലഗേജ് ഒക്കെ എല്ലാം പ്രോപ്പറായിട്ട് ക്യാരി ചെയ്യാനൊക്കെ പറ്റി. നമ്മൾ നാഗപട്ടണം സ്റ്റേഷനിൽ എത്തുമ്പോൾ തന്നെ ഒരുപാട് ഓട്ടോക്കാരും കുറെ വണ്ടികളും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ നല്ല കത്തി റേറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചത്. ഒരു ഓട്ടോയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് അതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും പേർക്ക് ആകെ എനിക്ക് തോന്നുന്നു 100 rupees മാത്രമേ ഉള്ളൂ ഈ ട്രെയിൻ ടിക്കറ്റ്. കാരണം പെർ ഹെഡ് 10 rupees മാത്രമല്ലേ വരുന്നുള്ളൂ. ഈ ട്രെയിൻ ഭയങ്കര ഷോർട്ട് ടൈം ആയിരുന്നു. വേഗം തന്നെ നമ്മൾ വെളങ്ങണിയിലെത്തി. നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊന്നും മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും നമ്മൾ ഓൾറെഡി എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് അവിടെ എത്തുമ്പോഴേക്കും ലാസ്റ്റ് ആവുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള സ്റ്റേ ആവാറില്ല. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങള് നാഗപട്ടണത്ത് നിന്ന് വെളങ്ങണിയിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു 1 kilometer എന്തോ മോർണിംഗ് സ്റ്റാർ ചർച്ചിന്റെ ഡിഫറൻസ് അവിടെ ഉള്ളൂ. അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് റൂംസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാലാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിപ്പോ 1 kilometer നടക്കുവാണ് ഗൈസ്. ഞങ്ങൾക്ക് ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റായി. ഇത്രയും 1 night ട്രാവൽ ചെയ്ത് വന്നിട്ട് പോലും ഞങ്ങൾക്ക് ആർക്കും ക്ഷീണമില്ല. ക്ഷീണം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കാണിക്കണല്ലോ. അങ്ങനെ ഞങ്ങള് നടക്കുന്ന വഴി ഞങ്ങൾക്ക് ഒരു ഏജന്റിനെ ഞങ്ങൾ മീറ്റ് ചെയ്തു. പുള്ളി ഞങ്ങൾക്ക് ഈ മിസ്റ്റർ ലോഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലം സജസ്റ്റ് ചെയ്തു. നമ്മൾ ഏകദേശം ഉച്ച സമയമായപ്പോഴാണല്ലോ എത്തിയത്. അപ്പൊ നമുക്ക് പിന്നെ വന്ന് കുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഒന്നും ടൈം ഇല്ലാത്തത് കൊണ്ടിട്ട് ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറന്റ്, അടുത്ത് തന്നെ ഒരു മലയാളി റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പൊ ജൊഹാൻ ഫസ്റ്റ് തന്നെ വാങ്ങിച്ചത് ബിരിയാണിയാണ്. ബാക്കിയുള്ളവർ എല്ലാവരും മീൽസ് ആണ് എടുത്തത്. അപ്പം ജൊഹാൻ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഫുഡായിരുന്നു. അവന് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളും ടേസ്റ്റ് ചെയ്തായിരുന്നു. ഞങ്ങൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിയത് മീൽസ് ആയിരുന്നു. അതും അത്യാവശ്യം നല്ല മീൽസ് തന്നെ ആയിരുന്നു കേട്ടാ. കുത്തരി ചോറും പിന്നെ മിനിമൽ ആയിട്ടുള്ള കറികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വലിയ പപ്പടം ഇരുന്നു. എന്നാലും അത്യാവശ്യം നല്ല വർത്ത് ആയിട്ടുള്ള മീൽസ് ആയിരുന്നു. പക്ഷെ കുറെ പേർക്ക് പപ്പടം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിട്ട് എനിക്ക് അവസാനം 3 പപ്പടം ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ അതിന്റെ കൂടെ ഒഴിച്ചു കൂട്ടാനായിട്ട് സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ രസം ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ സാമ്പാറും കൂട്ടിയാണ് ഊണ് കഴിച്ചത്.
അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചു വന്ന് കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വൈകുന്നേരം എവിടെയെങ്കിലും പുറത്തു പോകാന്ന് വിചാരിച്ചു. കാരണം ഉച്ച സമയമാകുമ്പോഴേക്കും അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് നമ്മൾ ഓൾറെഡി ട്രാവൽ ചെയ്ത് ടയേർഡായിട്ടാണ് വന്നേക്കണത്. അപ്പൊ വീണ്ടും ആ ടയർഡ്നെസ് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. റൂമിൽ ചെന്ന് റെസ്റ്റ് എടുത്തിട്ട് ഈവനിങ് ആകുമ്പോഴേക്കും നമുക്ക് കറങ്ങാനായിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് എരിവിറച്ചി, അയല, പാവക്ക, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉപ്പുമീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ അയലയും പാവക്കയൊക്കെ നമുക്കൊന്ന് ചൂടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് തന്നെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും ഞങ്ങൾക്ക് തന്നായിരുന്നു അവര്. പാത്രങ്ങളും പിന്നെ ഗ്യാസും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് അഡീഷണൽ ഒരു 2000 റുപ്പീസ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും കൂടെ സ്റ്റേക്ക് വന്നത് 6000 റുപ്പീസ് ആണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇത്രയും പേരുണ്ടായിരുന്നു, നമ്മൾ 10 പീപ്പിൾ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും കൂടെ അതും 2 ദിവസം ഞങ്ങളവിടെ സ്റ്റേ ചെയ്തായിരുന്നു. അപ്പൊ ഇത്രയും ദിവസത്തിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് എമൗണ്ട് ആയിരുന്നു 6000 പ്ലസ് 2000 നമുക്ക് ഈ ഗ്യാസും കാര്യങ്ങളും പാത്രങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയി. അങ്ങനെ നമ്മൾ നമ്മുടെ കറികളെല്ലാം ചൂടാക്കിയിട്ട് നമ്മൾ അവിടെ തന്നെ വെച്ചില്ല. കാരണം ഒരുപാട് പേര് അവിടെ കിച്ചൺ യൂസ് ചെയ്യണതാണ്. അപ്പൊ ഇത് നമുക്ക് ഒരു പോർഷനായിട്ട് കിട്ടിയതാണ്. പക്ഷെ എന്നാലും വേറെ ആൾക്കാർ ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് നമ്മൾ ഇതൊക്കെല്ലാം നമ്മുടെ റൂമിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോയി വെച്ചു. അത് കഴിഞ്ഞ് റെസ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഈവനിങ് ആയപ്പോഴേക്കും ജസ്റ്റ് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം കറക്റ്റ് മോർണിംഗ് സ്റ്റാർ ചർച്ചിന്റെ അവിടെ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു റോഡിൽ കൂടെയുള്ള റൂമായിരുന്നു. അതുകൊണ്ട് തന്നെ മോർണിംഗ് നമുക്ക് മാസ് കൂടാൻ എല്ലാത്തിനൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു കേട്ടാ. ഇവിടെ നിന്ന് നമുക്ക് പക്ഷെ വേറെ ചർച്ചിലോട്ടൊക്കെ പോകാനായിട്ട് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. നമ്മൾ പോയ ടൈമിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നെങ്കിലും സീസൺ ടൈം അല്ലായിരുന്നത് കൊണ്ടിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് അവിടെ അവൈലബിൾ ആയിരുന്നു. അതായത് സ്റ്റേക്ക് വേണ്ടിയിട്ട് നമുക്ക് പല കാറ്റഗറിയിലുള്ള റൂംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഓഫ് സീസണിൽ തന്നെ ആൾക്കാർ ബുക്ക് ചെയ്തിട്ട് വരണം എന്നില്ല. നിങ്ങൾക്ക് ചർച്ച് വകയുള്ള ഇത് ബുക്ക് ചെയ്ത് അങ്ങനെ സ്റ്റേ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് അവിടുത്തെ ഇത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൂംസ് ചൂസ് ചെയ്യാം. കാരണം ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇതുപോലെ റൂംസ് ബുക്ക് ചെയ്ത് വന്നിട്ട് ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. അതുകൊണ്ടിട്ടാണ് ഈ പ്രാവശ്യം ഞങ്ങൾ വന്നിട്ട് റൂംസ് ഒക്കെ എല്ലാം നോക്കിയത്. ഫസ്റ്റ് നമ്മൾ ഈ ചർച്ചിലാണ് പോയത്. ഇവിടെ പോയി കുറച്ചു നേരം പ്രാർത്ഥിച്ച്, ഓൾമോസ്റ്റ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ വെളങ്ങണി പോയിട്ടുള്ള ആൾക്കാരായിരിക്കാം. പോവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരുപാട് ചർച്ച് ഇതുപോലെ ഉണ്ട്. അതായത് ഇപ്പൊ കണ്ട ചർച്ചിന്റെ ഓപ്പോസിറ്റ് ആയിട്ടും സൈഡിലൊക്കെ ആയിട്ടും പല ചർച്ചസ് ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ഈ പള്ളിയിലാണ് എപ്പോഴും വരുമ്പോഴും ആദ്യം ഈ പള്ളിയിലായിരിക്കും കയറുന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം അതിന്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് പിള്ളേർക്കൊക്കെ തലയിൽ വെക്കാൻ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് അപ്പൊ അവര് ഹാപ്പിയായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ചു നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ ചർച്ചിൽ പോയിട്ടോ. മെയിൻ ചർച്ച് ആണ് ഈ കാണുന്നത്. പണ്ട് ഇവിടെ തന്നെ ആയിരുന്നു മലയാളം കുർബാന നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഇവിടെ മലയാളം കുർബാന ഇല്ലാന്ന് എനിക്ക് തോന്നണേ. മോർണിംഗ് സ്റ്റാർ ചർച്ചിലാണ് മലയാളം കുർബാനയൊക്കെ ഉള്ളത്. ഞാൻ പണ്ട് വന്നപ്പോ ഇവിടെ കൊയറിനൊക്കെ പാടാനൊക്കെ വേണ്ടി നിന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ചെറുതില്. വെളങ്ങണിയിലെ ഓരോ പള്ളി കയറുമ്പോഴും ഓരോ ഫീലാണ് ആക്ച്വലി. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും ഓരോ ചർച്ചിലൊക്കെ കയറുമ്പോഴും. താഴത്തെ പള്ളി കയറി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മളിപ്പോ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മേളിലത്തെ എനിക്ക് ഇങ്ങനെ ഈ സ്പോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ മേളിലോട്ട് ഓടി കയറാനും താഴേക്ക് ഓടി ഇറങ്ങാനൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ എല്ലാ വർഷവും വരുന്ന ഒരു സ്ഥലമായിരുന്നു വെളങ്ങണി എന്നുള്ളത്. പക്ഷെ ഇപ്പം വലുതായി കഴിഞ്ഞപ്പോഴേക്കും ക്ലാസ്, വർക്ക്, കോളേജൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ എല്ലാ ഇയറിലും അങ്ങനെ വരാൻ പറ്റാറില്ല. ഞങ്ങൾ ഈ മേളിൽ നിൽക്കുമ്പോൾ അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് മുട്ടേന്നിറങ്ങി പോണ പള്ളി. മറ്റേ കിണറൊക്കെ ഉള്ള പള്ളിയാണ് ഏറ്റവും ഫ്രണ്ടിൽ കാണുന്നത്. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു സന്ധ്യയൊക്കെ ആയി. ഇപ്പോഴും ഒരുപാട് പേര് അവിടെ മുട്ടേന്നിറങ്ങലും പ്രാർത്ഥിക്കലും ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും താഴേക്ക് ഇറങ്ങുവാണ്. അപ്പൊ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണേണ് ഈ കാണുന്നത്. ഇപ്പൊ നമ്മൾ പുറകിലത്തെ പള്ളിയിലോട്ടാണ് പോണത്. ഇതെല്ലാം ഒരേ സ്ഥലം തന്നെയാണ്. പക്ഷെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് നമുക്ക് 2-3 ചേർച്ചസ് ഉണ്ട്. ഞങ്ങൾ ഈ ബാക്ക് സൈഡിലുള്ള ചേർച്ചിൽ പോയപ്പോ അവിടെ ഇതുപോലെ മണിയടിക്കണുണ്ടായിരുന്നു. പിന്നെ കുറെ നേരം ഞങ്ങൾ അതും നോക്കിയിരുന്നു വെച്ച്. എനിക്ക് തോന്നുന്നു 7 മണിയുടെ മണിയടിക്കില്ലേ, അതായിരുന്നു അവിടെ ഉണ്ടായത്. പിന്നെ ഇപ്പൊ ഇവിടെ പുതിയ ഫെസിലിറ്റി ഉള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ ചാക്കിലാക്കി നമ്മുടെ ഫുഡ് വെയർസ് ഒക്കെ അവിടെ വെക്കാം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പണ്ട് ഞാൻ ആഗ്രഹിച്ച ഒരു ചെരുപ്പ് വാങ്ങിച്ചത് ഇവിടെ ഞാൻ ഇട്ടിട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വന്നപ്പോഴേക്കും എന്റെ ചെരുപ്പ് കാണുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു ടോക്കൺ സംവിധാനം ഉള്ളത് കൊണ്ടിട്ട് ചെരുപ്പൊന്നും മിസ്സാവാണ്ട് നമുക്ക് സാധനം കയ്യിൽ കിട്ടും. അപ്പൊ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്.
അങ്ങനെ ആ പള്ളിയിലൊക്കെ കയറി. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് ബീച്ച് വരുന്നത്. ബീച്ചിന്റെ അങ്ങോട്ടേക്ക് ആ റോഡ് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അതിന്റെ ഫ്രണ്ടിലുള്ള ചാപ്പലിൽ കയറി. അമ്മ വഴിയിൽ കാണുന്ന എല്ലാവരോടും നല്ല കമ്പനി അടിക്കുന്നുണ്ടായിരുന്നു. ആള് എല്ലാരെയും കാണുന്നു, സംസാരിക്കുന്നു, പുതിയ പുതിയ കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കണായിരുന്നു. അവിടെ നിന്ന് വന്നപ്പോഴേക്കും കുറെ പേരായിട്ടുള്ള കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വഴിയിൽ കണ്ട ഈ ഒരു സ്നാക്ക് വാങ്ങിച്ചായിരുന്നു. ഭയങ്കര സൂപ്പർ എന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല, പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം കഴിക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങള് നടന്ന് ഓരോ കടകളൊക്കെ കേറി ഓരോ സാധനങ്ങളൊക്കെ നോക്കി. അപ്പൊ ഇതൊക്കെ കണ്ട് ഇതൊക്കെ പണ്ട് മുതലേ ഇങ്ങനെയാണ്. ഓരോ സിനിമ നടന്മാരുടെയൊക്കെ തലയൊക്കെ മൊട്ടയടിച്ചൊക്കെ ഉള്ള ഇതൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പം കുറെ നൊസ്റ്റാൾജിക് അടിച്ച്. പിന്നെ ഓരോ സാധനങ്ങളൊക്കെ കണ്ട് വഴിയിലിപ്പം പണ്ടത്തെ പോലെ ഒന്നും അല്ല. കുറെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. അതായത് കട്ട് ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറെ ഞാൻ കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മള് ബീച്ചിന്റെ സൈഡൊക്കെ എത്താറായപ്പോഴേക്കും ഏകദേശം ഇതുപോലെ മീനിനെയൊക്കെ മസാല പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും ആഗ്രഹിക്കും വേളാങ്കണ്ണി പോയിട്ട് ഇതുപോലെ മീൻ വറുത്തതൊക്കെ കഴിക്കണം എന്നുള്ളത്. പക്ഷെ അവിടെ അടുത്തെത്തി കഴിയുമ്പം എനിക്ക് എന്തോ കഴിക്കാൻ തോന്നാറില്ല. അതെന്തുകൊണ്ടാന്ന് എനിക്ക് അറിയത്തില്ല. പണ്ടത്തെ പോലെയല്ല, കുറച്ചും കൂടെ നീറ്റ്നെസ് ഉണ്ട് അവിടെ കമ്പാരിറ്റീവ്ലി. പക്ഷെ എന്തോ എനിക്ക് അവിടുന്ന് കഴിക്കാൻ പറ്റിയില്ല. ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ പ്രാവശ്യം എന്തായാലും മീൻ കഴിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ട്രെയിൻ കയറിയപ്പോ തുടങ്ങി ഞാൻ പറഞ്ഞത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ എനിക്കത് കഴിക്കാനൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മള് ബീച്ചിൽ വന്നു, കുറെ നേരം സംസാരിച്ചു. ഞങ്ങൾ ചെന്ന ടൈമിൽ അത്യാവശ്യം നല്ലപോലെ കടലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴൊക്കെ അവിടെ ഫുള്ള് ലോക്കാക്കി കളഞ്ഞായിരുന്നു. കാരണം ഈ ഉള്ള സ്പേസ് ഒക്കെ കണ്ടില്ലേ, കടകളൊക്കെ ഇരിക്കുന്നത്, അവിടം വരെയൊക്കെ വെള്ളം കയറി ഫുള്ള് വെള്ളം ഫില്ലായ ഒരു സ്റ്റേജ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് അത്യാവശ്യം ബീച്ചൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അത്യാവശ്യം കുറെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾ ഇവിടുന്ന് ഒരു മധുരമുള്ള ഒരു അരിപ്പൊടി വെച്ചുണ്ടാക്കിയ എന്തൊരു സ്വീറ്റ് ആണെന്ന് തോന്നുന്നു, അതൊക്കെ കഴിച്ചായിരുന്നു. ഇത് മരിയ ഹോട്ടല് ഞങ്ങളുടെ പണ്ട് തുടങ്ങിയുള്ള മെയിൻ സ്പോട്ടാണ് ആക്ച്വലി. ഇത് നമ്മൾ ആദ്യം കണ്ട ചേർച്ചില്ലേ, അതിന്റെ അവിടുന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് ഈ ഹോട്ടല്. അടിപൊളി ഫുഡാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെന്ന്, ഇതുപോലെ കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഹൽവയുടെ കളർ കണ്ടിട്ട് എന്റെ കണ്ണ് തള്ളിപ്പോയി. എന്തൊരു ബ്രൈറ്റ് കളറായിരുന്നു. പിന്നെ ഞങ്ങൾ മാർക്കറ്റിലൊക്കെ പോയി. ഞങ്ങൾക്ക് ആക്ച്വലി കുക്ക് ചെയ്യണം എന്നുള്ള പ്ലാനിലല്ല വന്നത്. പക്ഷെ ഇവിടെ വന്ന് നമ്മൾ കറികളൊക്കെ കൊണ്ടുവന്നത് കൊണ്ടിട്ട് എന്നാൽ നമുക്ക് പിന്നെ എന്താ കുക്ക് ചെയ്താലും നമുക്ക് ഗ്യാസും കാര്യങ്ങളും പാത്രങ്ങളൊക്കെ കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങള്, അരി അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ വാങ്ങണതാണ് ഈ കാണുന്നത്. ഇത് മാർക്കറ്റില് നമ്മുടെ വെളങ്ങണി ബസ് സ്റ്റാൻഡിന്റെ സൈഡിലുള്ള മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പൊ രാത്രിത്തേക്ക് നമ്മള് കുറച്ച് ചോറ് കഞ്ഞിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചോറും നമ്മൾ കൊണ്ടുവന്ന കറികളും കൂട്ടിയാണ് കഴിക്കണത്. അപ്പൊ അതായിരുന്നു നമ്മളുടെ ഡേ 1 അറ്റ് വെളങ്ങണി. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പൊ ഡേ 2ന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഈ കുട്ടി വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമന്റും പറയണേ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.